വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ചെയ്യാം. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1 കിലോ ബോണോടുകൂടിയ ചിക്കനാണ് അതിനെടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അന്നേരവും അതിൽ കൂടുന്നതുകൊണ്ട് അത് കണക്കാക്കി വേണം ഇടേണ്ടത്. സാധാരണ മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് നാരങ്ങയുടെ നീര്, അതൊരു 1.5 ടീസ്പൂൺ. നമുക്ക് വേണമെങ്കിൽ സ്പൂണിലെടുത്തിട്ട് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഒരുമാതിരിയാവും. കൂടുതലിരുന്നാൽ അത്രയും നല്ലത്. എരിയും ഉപ്പും ഒക്കെ അതിനകത്ത് നന്നായിട്ട് പിടിക്കും. സ്റ്റൗ ഓണാക്കാം. അരി നമുക്ക് വേവിച്ചെടുക്കണ്ടേ. ചോറ് ഊറ്റിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. കൂടുതൽ വെള്ളം വെച്ചോളൂ, അതാണ് നല്ലത്. ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക്, ബേ ലീഫ് ഒരു വലുതത് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്, ഒരു 5-6 ഗ്രാമ്പു, അതുപോലെ 4-5 ഏലക്ക, ഇതുപോലെ ചെറിയ 2-3 പീസ് പട്ട, വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കണേ. ഉപ്പ് കുറച്ചുകൂടെ വേണം, കുറച്ച് മുമ്പോട്ട് നിൽക്കണം. ചോറിനകത്ത് ഉപ്പ് പിടിക്കേണ്ടതല്ലേ. ഇതിന് മുമ്പ് ഞാൻ 2-3 ബിരിയാണിയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചോറ് വയ്ക്കുന്നത് കാണിക്കണ്ട, പിന്നെയും ബിഗിനേഴ്സിനെ ഓർത്താണ് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം തിളയ്ക്കുന്നു. ഈ ബേ ലീഫിങ് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒന്നും നിങ്ങൾക്ക് വേണ്ടതിൽ അത് മാറ്റാം. ഞാനിത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര്, ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 2.5 കപ്പ് ബാസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയതാണ്. തിളച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ശ്രദ്ധിച്ചോണം. തിളയ്ക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടപ്പ് കുറച്ച് നീക്കി വയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തീ മീഡിയത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അടപ്പ് കുറച്ച് നീക്കി വയ്ക്കണം. ഇടയ്ക്ക് നോക്കണം ചോറ് വെന്തോ എന്നുള്ളത്. ചോറ് വെന്തോ നോക്കാം. ഇല്ല, വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേകണം. ചോറ് വെന്ത് വേണ്ട, അങ്ങനെ തേഞ്ഞലിഞ്ഞ് പോകുന്നില്ല. എന്നാൽ അത് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഫുള്ളങ്ങ് വെന്തിട്ടില്ല. ഇനി ചരുവത്തിലുള്ള ചൂട് കൊണ്ട് അത് ബാക്കി വെന്തോളൂ. ഇനി ഇത് സ്ട്രെയിനറിൽ അരിച്ചെടുക്കാം. ഇത് അണ്ടിപ്പരിപ്പ് ഉള്ളിയൊക്കെ വറുത്ത എണ്ണയാണ്, അതിൻ്റെ ബാലൻസാണ്. ആ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ഒത്തിരി ലെങ്തി ആയിപ്പോവും. ബിരിയാണി സാധാരണ ചെയ്യുമ്പോൾ എപ്പോഴും വീഡിയോ ലെങ്തിയാണ്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ മതി. തീ കുറച്ച് വയ്ക്കാം, മീഡിയം ഫ്ലെയിമിൽ. ചിക്കൻ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് 5-6 വെളുത്തുള്ളി, അതുപോലെ ഇതുപോലെ ചെറിയ കഷ്ണം, ഒരു 7 പീസുണ്ട് ഇഞ്ചി, ഒരു 4-5 ചെറിയ പച്ചമുളക്, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ടാണ് ചിക്കൻ ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. ഇനി ചിക്കൻ കോരിയെടുക്കാം. ബാക്കി ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ ഓണാക്കി ബിരിയാണിക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. പാൻ ചൂടായി. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെന്നൊരു ചെറിയ ഉള്ളി ഒരു 7 എണ്ണം കൂടെ ചതച്ചെടുക്കാം. 3 മീഡിയം സൈസ് സവോള. തീരെ ചെറുതായിട്ടൊന്നും ഞാൻ അരിഞ്ഞിട്ടില്ല. കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ എല്ലാം ഒന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്തതിനകത്ത് ഉപ്പുണ്ട്, ചോറിൽ ഉപ്പുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി, പിന്നീട് ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്. ഉള്ളി വഴഞ്ഞതിന് ശേഷം തക്കാളി ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ തക്കാളിയിലെ വെള്ളം കൊണ്ട് ഉള്ളി പാടാതിരിക്കും. അര ടീസ്പൂൺ നാരങ്ങാനീര്. സാധാരണ ഞാൻ ബിരിയാണിയിൽ തൈരും കൂടെ ചേർക്കാറുണ്ട്. ഇപ്പം ഞാൻ ചേർക്കുന്നില്ല, അതിന് പകരം തക്കാളിയുടെ അളവ് കൂട്ടിയിട്ടുണ്ട്. ഇതൊരു 1.5 പിടിയുണ്ട് മല്ലിയില അരിഞ്ഞത്. ഇത് 1 പിടിയും പുതിനയില അരിഞ്ഞത്. രണ്ടിൽ നിന്നും കുറേശ്ശെ എടുത്ത് പകുതി എടുക്കാം, പകുതി വീതം എടുത്ത് ഇതിലിടാം. ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ചിക്കനൊന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലിടണേ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്. ഇതാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത. ഇനി ഒരു 10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. ഇനി ഇതിൻ്റെ എരി ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം. ഒരല്പം ഉപ്പും അല്പം എരിയും കൂടെ വേണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി,
ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചിക്കനൊക്കെ കോരിയെടുക്കാം. ഇനി നമുക്ക് ദം ചെയ്യാം. കുറച്ച് ചിക്കൻ ഇതിൽ നിന്നും കോരിയെടുക്കാം. 2 ലെയറായിട്ട് ഇടാൻ വേണ്ടിയാണ്. ഇതിൻ്റെ മുകളിൽ മല്ലിയില, പുതിനയില, ഉള്ളി വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അല്പം നെയ്യ്, നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ. ബാക്കിയിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും വറുത്ത ഉള്ളി, അല്പം നെയ്യ്. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. കുങ്കുമപ്പൂ കലക്കിയത് പാലിൽ, നിങ്ങൾക്ക് ദം ചെയ്യണമെന്നുണ്ടെന്നൊരിൽ ഒരു തവ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കണം. ദം ചെയ്യേണ്ടെന്നാണ് നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാലും ഈ ബിരിയാണിയും കൂടെ നിങ്ങളെ ഒന്ന് ദം ചെയ്ത് കാണിക്കാം. നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ ഇത് വയ്ക്കുകയാണ്. സ്റ്റൗ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. വളരെ ചെറിയ തീയേ ഇടാവും. ഇനി ഒരു 20-25 മിനിറ്റ് വരെ ഇങ്ങനെ ഇരിക്കട്ടെ. നെയ്യൊക്കെ അതിനകത്ത് ഉരുകി ചേർന്നിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട്. പൈനാപ്പിളല്ലേ നമ്മൾ ചേർത്തത്, അതാ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പൈനാപ്പിൾ ചേർത്തോട്ട് നല്ല മണമുണ്ട്, ടേസ്റ്റുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.